അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ശബ്ദസീമയിൽ ഞങ്ങളെ വീടുകളിലും വീഥികളിലുമായിരുന്നു കൊണ്ട് സ്വാഗതം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുകയാണ്. ഗ്രേസ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് സായംവേള മുതൽ വിദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ, ആ സന്ദേശത്തിൻ്റെ ആധികാരികതയെ, ആ ജനനത്തിൻ്റെ പ്രാധാന്യതയും പ്രസക്തിയെയും പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം സുവിശേഷകരും ദൈവമക്കളുമാണ് ഈ പ്രദേശത്തേക്കും വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ ദിവസങ്ങൾ ലോകമെമ്പാടും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ വിവിധങ്ങളായ നിലകളിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിനരാത്രങ്ങളാണ്. LED ബൾബുകളും സ്റ്റാറുകളും വർണ്ണക്കടലാസുകളും തോരണങ്ങളും ക്രിസ്മസ് സന്ദേശങ്ങളും കരോൾ ഗാനങ്ങളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് സമ്മാനങ്ങളുമൊക്കെ പങ്കുവെച്ച് എക്കാലത്തെയും പോലെ 2024 ഡിസംബറിലും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുകയാണ്. നാം ഓർമ്മ വെച്ച നാള് മുതൽ ജാതി മതഭേദമന്യേ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ആഘോഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരും യേശുവെന്ന മാതൃകാ പുരുഷനെ, പുണ്യപുരുഷനെ, സമാധാനത്തിന്റെ മൂർത്തി ഭാവമായിരിക്കുന്ന ആ അതുല്യ വ്യക്തിപ്രഭാവത്തെ ആഘോഷപൂരിതമാക്കുന്നതിൽ ഞങ്ങളേറെ സന്തോഷമുള്ളവരാണ്. അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രാധാന്യത എന്തായിരുന്നു? കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ജനിച്ചത്? യേശു എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ ഉലകത്തിൽ ഉദയം ചെയ്തതുകൊണ്ട് മാനവജനതയ്ക്ക് എന്ത് പ്രയോജനമാണ് ലഭ്യമാകുന്നത് എന്നീ വസ്തുതകൾ കൂടെ നമ്മൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ക്രിസ്തുമസ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുമസായി മാറുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളെല്ലാം കേവലം ആഘോഷങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചവരാണ് ഞങ്ങളുടെ ശ്രോതാക്കളെങ്കിൽ ഈ വർഷവും ആഘോഷങ്ങൾ കൊണ്ട് ഈ ക്രിസ്തുമസിനും വിരാമക്കുത്തുകിട്ടുകൊണ്ട് അടുത്ത ഒരു ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിന് അപ്പുറമായി യേശു ആരാണ്, യേശു എന്തിനാണ് ജനിച്ചത്, യേശുവിന്റെ ജനന, ജീവിത, മരണ, പുനരുദ്ധാനം കൊണ്ട് ഒരു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും എന്ത് മാറ്റമാണ് കൈവരിക്കപ്പെടുന്നതെന്നുള്ള യാഥാർത്ഥ്യ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ യേശുവെന്ന വ്യക്തിത്വത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ആഘോഷങ്ങൾക്കപ്പുറമായി യേശുവിനെ നെഞ്ചോടടിപ്പിക്കുവാൻ, ഹൃദയത്തോട് ചേർക്കുവാൻ, ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് സിദ്ധിക്കും, നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്ന് പാട്ടിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശം പങ്കുവെക്കുമ്പോൾ ഞങ്ങളുടെ ചേതോവികാരവും അതുതന്നെയാണ്. ഒരാളെങ്കിലും ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയട്ടെ. ഒരാളെങ്കിലും ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രാധാന്യതയും പ്രസക്തിയും മനസ്സിലാക്കട്ടെ. അങ്ങനെ ക്രിസ്തു കേവലം നാം ഒരുക്കുന്ന പുൽക്കൂടുകളിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെ യേശുവെന്ന രക്ഷിതാവ്, യേശുവെന്ന ദൈവപുത്രന് ജനിക്കുവാനുള്ള അവസരത്തെ വിശ്വാസത്താൽ നാം കൊടുക്കുന്ന ആ നിമിഷമാണ് യഥാർത്ഥ ക്രിസ്തുമസ് നമ്മളിൽ പിറവിയെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ശ്രോതാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, യേശു ആരാണ്?
യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? യേശുവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? യേശു എന്തിനാണ് മരിച്ചത്? യേശു മാത്രം എന്തുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ഇന്നും ജീവിക്കുന്നു? ഈ വസ്തുതകളെല്ലാം നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് യേശുവിന്റെ ജനനത്തിനപ്പുറമായി യേശുവിന്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട്. യേശുവിന്റെ ജീവിതത്തിനപ്പുറമായി യേശുവിന്റെ മരണത്തിനൊരർത്ഥമുണ്ട്. യേശുവിന്റെ ജനനത്തിനും ജീവിതത്തിനും മരണത്തിനും അപ്പുറമായി യേശുവിനെ സകല ചരിത്ര പുരുഷന്മാരിൽ നിന്നും, നവോത്ഥാന നേതാക്കന്മാരിൽ നിന്നും, സാമൂഹിക പരിഷ്കർത്താക്കളിൽ നിന്നും, ആധ്യാത്മിക മത നേതാക്കന്മാരിൽ നിന്നും യേശുവിന് നൽകുന്ന വ്യത്യസ്തതയും അത് തന്നെയാണ്. യേശു ഉയർത്തു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പ്രകീർത്തിക്കുന്ന നിരവധി വചനഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. യേശുവിന്റെ ജനനത്തെ പറ്റി ബൈബിളിൽ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നോക്കൂ, ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശു ജനിച്ചു എന്ന് മാത്രമല്ല, യേശുവിന്റെ ജനനത്തെ കുറിച്ച് അതിന്റെ ആഴവും പരപ്പും ശ്രോതാക്കൾക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി ബൈബിൾ രേഖപ്പെടുത്തുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച ഒരു മനുഷ്യൻ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുകയാണ്: സർവ്വജനത്തിനും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. എന്താണ് ഉദിച്ചു എന്നുള്ള പദത്തിന് അർത്ഥം? നമുക്കറിയാം, നാം ഉദിച്ചു എന്ന് പറയുന്നത് സൂര്യനോട് ബന്ധപ്പെടുത്തിയാണ്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. എന്തിനു വേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്നത്? ഏതെങ്കിലും പ്രത്യേക ഭാഷക്കാർക്ക് വേണ്ടിയാണോ? അല്ല. ഏതെങ്കിലും പ്രത്യേക വംശക്കാർക്ക് വേണ്ടിയാണോ? അല്ലവേ അല്ല. ഏതെങ്കിലും ഗോത്രക്കാർക്ക് വേണ്ടിയാണോ? അല്ല. നാം കിഴക്കോട്ട് നോക്കുമ്പോൾ എല്ലാ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചു വരുന്നതായി നാം കാണുന്നുണ്ട്. കേരളത്തിലുള്ള നമ്മൾ പറയുകയാണ്, കേരളത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം സൂര്യൻ ഉദിച്ചു. അല്ല, ഭൂമിയുടെ ആ വശത്ത് അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഉദയം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഉദിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ഭാഷക്കാർക്ക് വേണ്ടിയല്ല. സൂര്യൻ ഉദിക്കുന്ന ഏതെങ്കിലും പ്രത്യേക മതക്കാർക്ക് വേണ്ടിയല്ല. സൂര്യൻ ഉദിക്കുന്ന ഏതെങ്കിലും പ്രത്യേക ഗോത്രക്കാർക്കോ ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിനോ വേണ്ടിയല്ല. സൂര്യൻ ഉദിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അതുപോലെ തന്നെ യേശുവിന്റെ ജനനത്തെ കുറിച്ച് അതിന്റെ ആഴം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ആ എഴുത്തുകാരനെ കൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിപ്പിച്ചു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ശ്രോതാക്കളെ മനസ്സിലാക്കുക, യേശുവിന്റെ ജനനം ഒരു പറ്റം മനുഷ്യർക്ക് വേണ്ടിയോ ഏതെങ്കിലും ഭാഷക്കാർക്കോ ഗോത്രക്കാർക്കോ വേണ്ടി മാത്രമല്ല ഇത് തിരിച്ചറിയുക. യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു വാക്യമുണ്ട്. യേശുവിന്റെ ജനനത്തിന് ശേഷം ആട്ടിടയന്മാർക്കുണ്ടായ ദൈവശബ്ദം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ആ വാക്യം പറയുന്നു: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നോക്കൂ, യേശുവിന്റെ ജനനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഒരു ഉദയമായിരുന്നു. രണ്ട്, യേശുവിന്റെ ജനനത്തെ കുറിച്ച് ബൈബിൾ പറയുകയാണ്, അത് മഹാസന്തോഷത്തിന്റെ ജനനമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമാണ്. ആ വീട്ടിനോട് ബന്ധപ്പെട്ട ബന്ധുമിത്രാദികൾക്കും വലിയ സന്തോഷമാണ്. എന്നാൽ യേശുവിന്റെ ജനനം യേശുവിന്റെ കുടുംബത്തിലുള്ള ബേത്ലഹേമിലെ എഫ്രാത്തയിലുള്ള ഒരുപറ്റം യഹൂദന്മാർക്ക് സന്തോഷത്തിന്റെ വാർത്തയെന്നല്ല ബൈബിൾ പറയുന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അർത്ഥാല് ഈ ഭൂമിയിലെ 5 വൻകരയിലും ഈ ആനയുടെ ഈ പ്രാന്തപ്രദേശത്തിലും ഇന്ന് ഈ സന്ധ്യയിൽ ഈ രാത്രിയിൽ യേശുവിനെ പ്രസംഗിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്: യേശുവിന്റെ ജനനം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. സകല മാനവജനതയ്ക്കും വേണ്ടിയാണ് യേശു ജനിച്ചത്. സകല ഭാഷക്കാർക്കും വേണ്ടിയാണ് യേശു ജനിച്ചത്. സകല ഗോത്രക്കാർക്കും വേണ്ടിയാണ് യേശു ജനിച്ചത്. നമുക്കറിയാം, ഈ ലോകത്തില് ഓരോ രാജ്യക്കാരെ മതപരമായ നിലയിൽ, ആധ്യാത്മികമായ നിലയിൽ
രാഷ്ട്രീയപരമായ നിലയിൽ അവരെ ഉദ്ധരിച്ച ചരിത്ര പുരുഷന്മാരുണ്ട്. അമേരിക്കയിലുള്ള കർത്തവർഗക്കാരോട് ചോദിച്ചാൽ അവർ പറയും എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിന്റെ ജനനവും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നല്ലതായിരുന്നു എന്ന് അമേരിക്കയിലെ കർത്തവർഗക്കാർ എബ്രഹാം ലിങ്കണെ കുറിച്ച് പറയും. ഭാരതത്തിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മഹാത്മാഗാന്ധി എന്ന ഒരു മഹാത്മാവ് ഇന്ത്യയിൽ ജനിച്ചത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഞങ്ങളുടെ രാജ്യത്തെ പല നിലകളിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ എത്ര ചരിത്ര പുരുഷന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, എന്നാൽ യേശുവിന്റെ ജനനം ഏതെങ്കിലും രാജ്യക്കാർക്ക് വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക ഗോത്രക്കാർക്കോ സമൂഹത്തിനോ വേണ്ടിയായിരുന്നില്ല. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന്റെ വാർത്തയായിരുന്നു. നോക്കൂ, ആ ജനനത്തിന്റെ മറ്റൊരു പ്രത്യേകത, യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുകയാണ്. ക്രിസ്തുവെന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നാമൊക്കെ പറയാറുള്ള പദപ്രയോഗങ്ങൾ ഒന്നുമല്ല യേശു ജനിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞു ജനിച്ചു അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ടായി അതിനപ്പുറമായിട്ട് അതിനർത്ഥങ്ങളൊന്നും നൽകുവാൻ നാം ഓരോരുത്തരും പ്രേരിതരാവുകയില്ല. എന്നാൽ നോക്കൂ, യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെടുത്തി യേശു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയവരാരും കേവലം ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച വചനം പറയുകയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഉദിച്ചു എന്നാണ്. രണ്ട്, യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഒരു കുട്ടി ജനിച്ചൊരു കുഞ്ഞ് ജനിച്ചെന്നല്ല പറഞ്ഞത്, സർവജനത്തിനു ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ആ ജനനം. മാത്രമല്ല, ക്രിസ്തുവെന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷിതാവായിട്ട് യേശു പിറവിയെടുക്കുകയാണ്. ഇന്ന് നാം കാണുന്ന ചരിത്ര പുരുഷന്മാരൊക്കെ അവരാരും അങ്ങനെ ജനിച്ചവരല്ല. പോർബന്തറിൽ ജനിച്ച ഗാന്ധിജി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ മഹാത്മാവാക്കിയത് ആരാണ്? പിൽക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. ഇങ്ങനെ 100 ആൾക്കാരെ ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. അവരാരും ജനിച്ചത് ആ നിലയിലായിരുന്നില്ല. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളാണ് പിൽക്കാലത്ത് അവരെ പല ചരിത്ര നേട്ടങ്ങൾക്കും പിന്നിൽ അവരെ ചരിത്ര പുരുഷന്മാരാക്കി തീർത്തതെങ്കിൽ, യേശു ജനിച്ച് കുറെ വർഷം ജീവിച്ച് എന്തൊക്കെയോ പ്രവർത്തിച്ച് അനന്തരമായി യേശു ഒരു രക്ഷിതാവായതല്ല. യേശു ജനിച്ചതേ രക്ഷിതാവായിട്ടാണ് ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഒരിക്കൽ കൂടെ ഞങ്ങൾ ആ വാക്യം ഇവിടെ ഉദ്ധരിക്കുകയാണ്. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നോക്കൂ, യേശുവിന്റെ ജനനം രക്ഷിതാവായി ജനിച്ചു. രണ്ട്, യേശുവിനെ കാണുവാൻ വേണ്ടി വന്ന വിദ്വാൻമാർ, ഇവിടെ എവിടെ ഒരു കുഞ്ഞ് ജനിച്ചല്ലോ, ആ കുഞ്ഞിനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടല്ല അവർ വരുന്നത്. അവരുടെ ചോദ്യം എത്രയോ പ്രസക്തമായ ചോദ്യമാണ്. ഇന്നും കാലത്തോട് സംവദിക്കുന്ന ചോദ്യമാണത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ചരിത്രത്തിൽ തങ്കലിപികളിൽ ചാർത്തപ്പെട്ട ചോദ്യമാണത്. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചു, ഏതോ യഹൂദ കുടുംബത്തിൽ ഒരു ദിവ്യ കുഞ്ഞ് ജനിച്ചല്ലോ, ആ കുഞ്ഞിനെ ഞങ്ങൾക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്നല്ല പറഞ്ഞത്. അവർ വന്ന് ചോദിച്ച ചോദ്യം എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? നമുക്കറിയാം, ഇന്ന് നിരവധി രാജാക്കന്മാരുടെ പേരുകൾ നമുക്ക് ഓർമ്മയുണ്ട്. അവരാരും ജനിച്ചത് രാജാക്കന്മാരായിട്ടല്ല. പിൽക്കാലത്ത് യുദ്ധങ്ങളിലൂടെയും വെട്ടിപ്പിടിക്കലിലൂടെയും അവർ രാജാക്കന്മാരായി മാറിയവരാണ്. രാജാക്കന്മാരുടെ കുഞ്ഞുങ്ങളെ പോലും രാജാവെന്ന് വിളിക്കുകയില്ല, രാജകുമാരെന്നോ രാജപുത്രനെന്നോ വിളിക്കുകയുള്ളൂ. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉലകത്തിൽ രാജാവായി പിറന്ന ഒരു ശിശു ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു അല്ലാതെ മറ്റൊരുവനുമില്ല. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, താമസവിന ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്ന രാജാവായി യേശു വേഗനെ മടങ്ങി വരും.
യേശുവിനെ വിസ്താരത്തിൽ പിടിച്ച പീലാസ്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞത്. പിന്നെ നീ എന്തുകൊണ്ട് നിന്റെ രാജ്യം സ്ഥാപിക്കുന്നില്ല? യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്റെ പടയാളികൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു യാഥാർത്ഥ്യ സത്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു വേഗേന തന്റെ രാജ്യം സ്ഥാപിതമാക്കുവാനായിട്ട് പോവുകയാണ്. തന്നിൽ വിശ്വസിച്ച് തന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന ദൈവമക്കൾക്ക് യേശു സ്ഥാപിക്കുന്ന ആ രാജ്യത്തിൽ ദിവ്യമായ സമാധാനത്തോടെ സന്തോഷത്തോടെ നിത്യമായ യുഗായുഗങ്ങൾ പാർക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് യേശു ക്രിസ്തു വേഗേനെ മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനം എത്രയോ ശ്രേഷ്ഠമായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോകത്ത് ജനിച്ച സകലരും യാദൃച്ഛിക ജനിച്ചവരാണ്. ജനനമെന്ന പ്രക്രിയയിലൂടെ നാം ഓരോരുത്തരും ജനിച്ചു പോയവരാണ്. എന്നാൽ യേശു യാദൃച്ഛിക ജനിച്ച ഒരു മനുഷ്യനല്ല. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, യേശു ക്രിസ്തുവിന്റെ ജനനം പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ഇതുപോലെ ഒരാൾ ഉലകത്തിൽ ജനിച്ചിട്ടില്ല. ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച് അലക്സാണ്ടർ ചക്രവർത്തിയുണ്ട്, ഹിറ്റ്ലർ എന്ന് പറയുന്ന വലിയ നേതാവുണ്ട്, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്ത് അനേക അത്ഭുത പ്രവർത്തികൾ ചെയ്ത് അത്ഭുതകരമായ ജീവിതം നയിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. ഇങ്ങനെ ഭൗതിക ലോകത്തിലും ആത്മീക ലോകത്തിലും രാഷ്ട്രീയ ലോകത്തിലുമൊക്കെ നിരവധി ചരിത്ര പുരുഷന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ ജനനങ്ങളൊന്നും മുന്നമേ സൂചിപ്പിച്ചിരുന്നില്ല. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു വലിയ ചക്രവർത്തി ഇവിടെ ജനിക്കുമെന്നും അദ്ദേഹം ലോകത്തിന്റെ നല്ലൊരു ഭാഗത്തെ വെട്ടിപ്പിടിച്ച് ലോകത്തിന്റെ ചക്രവർത്തിയായി വാഴുമെന്ന് ഒരു പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ എത്ര പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? യേശു ജനിക്കുന്നത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു. സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല അല്ലെങ്കിൽ പിശാചിന്റെ തലയെ തകർക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ജനിക്കുന്നതിന് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുകയുണ്ടായി. യേശു ജനിക്കുന്നത് 800 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. യേശു ജനിക്കുന്നത് 800 വർഷം മുമ്പുള്ള പ്രവചനമാണ്. യേശു ജനിക്കുന്നത് 700 വർഷങ്ങൾക്ക് മുമ്പ് നഹൂം പ്രവാചകൻ പറഞ്ഞു, നീ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. യേശു എവിടെ ജനിക്കുമെന്ന് പറഞ്ഞു, ആ സ്ഥലം പറഞ്ഞു. യേശു ഏത് വിധം ജനിക്കുമെന്ന് പറഞ്ഞു. യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു. ഇങ്ങനെ അതുല്യമായ ഒരു വ്യക്തിപ്രഭാവം എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും അവന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നും അവന്റെ മരണം എങ്ങനെയായിരിക്കുമെന്നും മരണം കൊണ്ട് സകല ചരിത്ര പുരുഷന്മാരുടെയും ചരിത്രങ്ങൾ പുസ്തകത്താളുകളിൽ അവസാനിക്കുമ്പോൾ പുസ്തകത്താളുകൾ കൊണ്ട് അവസാനിക്കാത്ത ചരിത്രത്തിനപ്പുറമായി ചരിത്രം ചമച്ചവൻ, ചരിത്രാതീതൻ, ചരിത്രത്തിന്റെ പുസ്തകത്താളുകൾ കൊണ്ട് അവസാനിക്കാത്തവൻ, ചരിത്രത്തിനപ്പുറം ജീവിക്കുന്നവൻ, ജനനത്തിനു മുമ്പ് ചരിത്രം ആരംഭിച്ചവൻ, മരിച്ചിട്ടും ചരിത്രം തീരാതെ ചരിത്രത്തിന്റെ അപ്പുറമായി വിരാജിക്കുന്ന ഒരു അതുല്യ പ്രതിഭയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവല്ലാതെ മറ്റൊരുവനുമില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കാം, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ ഒരു നാമം ഇല്ലവേ ഇല്ല. പ്രിയരെ, നമ്മൾ പലരും യേശുവിന്റെ ജനനം മാത്രമാണ് ആഘോഷിക്കുന്നത്. യേശുവിന്റെ ജനനത്തോടുകൂടെ ഉലകത്തിൽ ഉദയം ചെയ്ത ഒരു മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരു മതത്തിന്റെ സന്ദേശമല്ല, സുവിശേഷം ഒരു സംഘടനയുടെ സന്ദേശമല്ല, സുവിശേഷം ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ സന്ദേശമല്ല. എങ്ങനെയാണ് സുവിശേഷം എന്ന മാർഗം ഉടലെടുക്കപ്പെട്ടത്? അത് യേശുവിന്റെ ജനനത്തോടു കൂടിയാണ്. ബൈബിൾ പറയുകയാണ്, ഞാൻ ഒരിക്കൽ കൂടെ വാക്യം ഉദ്ധരിക്കുകയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശുവിന്റെ ജനനത്തോടുകൂടി ഉടലെടുക്കപ്പെട്ട മഹത്വപൂർണമായ ഒരു മാർഗ
മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. പൗലോസ് എന്ന് പറയുന്ന ബൈബിൾ എഴുത്തുകാരൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്താണ് സുവിശേഷം? അദ്ദേഹം പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നസ്രേനായ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനം മാത്രം ആഘോഷിക്കുകയും വർഷത്തിലൊരിക്കൽ യേശുവിന്റെ ജനനത്തെ ഓർക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ശ്രോതാക്കളെ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യട്ടെ. യേശുവിന്റെ ജനനം മാത്രമല്ല പ്രാധാന്യം. മറ്റു മനുഷ്യരെ പോലെ കേവലം ജനിച്ച ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും യേശുവിന് വേണ്ടി പാടാൻ ഈ തെരുക്കോണുകളിൽ വരികയില്ലായിരുന്നു. എല്ലാ മനുഷ്യരെ പോലെ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യേശുവെങ്കിൽ ഞങ്ങൾ ആരും യേശുവിന് വേണ്ടി പാടാനോ യേശുവിന് വേണ്ടി പ്രസംഗിക്കാനോ യേശുവിന് വേണ്ടി സംസാരിക്കാനോ ഇവിടെ വരികയില്ലായിരുന്നു. കേവലം ചരിത്ര പുരുഷന്മാരെ പോലെ, മത നേതാക്കന്മാരെ പോലെ, ആധ്യാത്മിക നേതാക്കന്മാരെ പോലെ, രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ലോകത്തിൽ ജനിച്ചു എന്ന് പറയുന്ന ഒരുവനെ മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതിനപ്പുറമായി യേശുവിനൊരു പ്രത്യേകതയുണ്ട്. യേശു ഇവിടെ ജീവിച്ചവനാണ്. എന്താണ് യേശുവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത? യേശു ജീവിച്ചതുപോലെ ഒരാളും ഇവിടെ ജീവിച്ചിട്ടില്ല. ഒരിക്കൽ യേശു തന്റെ ശ്രോതാക്കളോട് പറഞ്ഞു, എന്റെ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെനിക്ക് ബോധ്യം വരുത്തി തരുവാൻ പറ്റും? ഇങ്ങനെ സമൂഹത്തോട് വെല്ലുവിളിച്ചു ചോദിച്ച ചരിത്രത്തിൽ ഉലകത്തിൽ ഒരു ഉലകനായകൻ ഉണ്ടെങ്കിൽ, ഒരു ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് യേശുവല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, വിവിധ വീര്യപ്രവർത്തികളുടെ താൻ ദൈവമാണെന്നും ദൈവത്തിന്റെ പുത്രനാണെന്നും മാനവ ജനതയ്ക്ക് തെളിയിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. നോക്കൂ, യേശുവിന്റെ ജനനം മാത്രം നാം ആഘോഷിക്കേണ്ടിയിരിക്കുന്നു, ഒരിക്കലുമല്ല. യേശുവിന്റെ ജനനത്തിനപ്പുറം യേശുവിന്റെ ജീവിതം പഠിക്കൂ. യേശു എന്തിനാണ് ഈ ലോകത്തിൽ ജീവിച്ചത്? എന്തെങ്കിലും വെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയാണോ? എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തിട്ട് പേരെടുക്കേണ്ടതിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. യേശു എന്തിനാണ് ഈ ലോകത്തിൽ ജീവിച്ചത്? പ്രിയരെ, ഈ ലോകത്തിൽ ജീവിച്ച പലർക്കും പല നിലയിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ശ്രോതാക്കൾ മനസ്സിലാക്കുക, യേശു ഈ ലോകത്തിൽ ജീവിച്ചത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ 4200 മതങ്ങളുണ്ട്. ഈ മതങ്ങൾക്കൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ചില സ്ഥാപകന്മാരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല, അത്ഭുതങ്ങൾ ചെയ്തിട്ട് പേരെടുക്കേണ്ടതിന് വേണ്ടിയല്ല. യേശു പല അത്ഭുതങ്ങളും ചെയ്തിട്ടും ഈ അത്ഭുതങ്ങൾ സ്വീകരിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ ഇതാരോടും പോയി പറയരുത്, ഇതാരാ ചെയ്തതെന്ന് നിങ്ങൾ ആരോടും പറയരുതെന്ന് യേശു ആവർത്തിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയരെ, നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട്. അതിലുപരിയായി യേശുവിന്റെ മരണത്തിനൊരു അർത്ഥമുണ്ട്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്? യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമുക്കറിയാം. യേശുവിന്റെ മരണം എന്തിനാണെന്ന് നാം മനസ്സിലാക്കണം. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്? അന്നത്തെ എന്തെങ്കിലും നിയമവ്യവസ്ഥകളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്? ഒരിക്കലുമല്ല. യേശു ക്രിസ്തു ആവർത്തിച്ച് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ മത നേതാക്കന്മാർ പിടിക്കും, എന്നെ സാമ്രാജ്യ ശക്തികൾ പിടിക്കും, അവരെന്നെ ക്രൂശിച്ച് അവരെന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാള് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഒരിക്കൽ യേശു തന്റെ ശ്രോതാക്കളോടും തന്റെ ശിഷ്യന്മാരോടും ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതാണ്. യേശു പറയുകയാണ്, നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്താണ്? 10, 20, 50, 70, 90 വയസ്സ് വരെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മളാരും മരിക്കാനല്ലല്ലോ ജീവിക്കുന്നത്. എത്ര നാൾ ആയുസ്സുണ്ടോ അത്രയും നാളും സന്തോഷത്തോടെ ജീവിക്കാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഉലകത്തിൽ ജീവിക്കാനല്ല, മരിക്കുവാൻ വേണ്ടി ഒരുവൻ വന്നിട്ടുണ്ടെങ്കിൽ അത് യേശുവല്ലാതെ മറ്റാരുമല്ല. യേശു പറഞ്ഞു, ഞാൻ വന്നത് അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ വേണ്ടിയാണ്. യേശു എന്തിനാണ് മരിച്ചത്? ഞാനും താങ്കളും മരിക്കേണ്ടുന്ന സ്ഥാനത്താണ് യേശു മരിച്ചത്. മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി.
ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും രക്ഷിച്ചല്ലോ എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. പ്രിയ സുഹൃത്തെ, യേശുവിന്റെ ജനനത്തെ സ്റ്റാറുകൾ തൂക്കിക്കൊണ്ട്, LED ബൈബിളുകൾ തൂക്കിക്കൊണ്ട്, തോരണങ്ങൾ തൂക്കിക്കൊണ്ട്, ക്രിസ്തുമസ് കേക്കുകളും സമ്മാനങ്ങളും കരോൾ ഗാനങ്ങളും പാടി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. യേശുവിന്റെ ജനനത്തിനേക്കാൾ യേശുവിന്റെ ജീവിതത്തിന് പ്രാധാന്യമുണ്ട്. യേശുവിന്റെ ജീവിതത്തെക്കാൾ യേശുവിന്റെ മരണത്തിന് പ്രാധാന്യമുണ്ട്. യേശു എന്തിനാണ് മരിച്ചത്? യേശുവിന്റെ മരണം ഒരു അപകട മരണമായിരുന്നില്ല. യേശുവിന്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നില്ല. യേശുവിന്റെ മരണം ഒരു കുലപാതകമായിരുന്നില്ല. യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ? അത് പ്രതിപകര മരണമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, താങ്കൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. എന്നെ കേൾക്കുന്ന പിതാവേ, താങ്കൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. വീടിന്റെ ഓരങ്ങളിൽ നിന്നുകൊണ്ട്, ആ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട്, വഴിവീഥികളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കളോട് വിളിച്ചു പറയട്ടെ, യേശു ജനിച്ചത് ഈ വയ്യാങ്കരയിലെ ദേശനിവാസികളെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അവന്റെ മരണം ഒരു അപകടമല്ല, അവന്റെ മരണം ഒരു കുലപാതകമല്ല, അവന്റെ മരണം ഒരു ആത്മഹത്യയല്ല. യേശുവിന്റെ മരണം പകരമരണമാണ്. ഞാനും താങ്കളും പാപത്തിന്റെ ശിക്ഷയും പേറി നിത്യമായി മരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമ്മുടെ പാപവും വഹിച്ചുകൊണ്ടാണ് യേശു മരിച്ചത്. ഒരിക്കൽ യേശു ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പത്രോസ് യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു എന്തിനാണ് ക്രൂശീകരിക്കപ്പെട്ടതെന്ന് അറിയാമോ? യേശു ചെയ്ത പാപത്തിന് പകരമായിട്ടല്ല, സകല മാനവ ജനതയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് മനസ്സിലാക്കുക. യേശു മരിച്ചു. മരണം കൊണ്ട് യേശുവിന്റെ ജീവിതം അവസാനിച്ചില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, യേശുവിന്റെ ജനനത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല ഞങ്ങൾ പറയുന്നത്, ആഘോഷിക്കേണ്ടെന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ആ ആഘോഷങ്ങൾക്കപ്പുറമായി പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കൂ, യേശുവിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, യേശുവിന്റെ മരണത്തിന് അർത്ഥമുണ്ട്. അത് എന്റെയും താങ്കളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമ്മൾ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമ്മുടെ പാപം വഹിച്ചുകൊണ്ടാണ് യേശു മരിക്കുന്നത്. തീർന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ നിസ്തുല്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിലെ സകല ചരിത്ര പുരുഷന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീനയിൽ ഒരു കല്ലറയുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, he is not here, he risen from the dead has risen എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജനിച്ച, ജീവിച്ച, മരിച്ച ഒരുവനായിരുന്നു ക്രിസ്തുവെങ്കിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു, ഞാൻ യേശുവിന് വേണ്ടി പാടുകയില്ലായിരുന്നു, ഞാൻ യേശുവിന് വേണ്ടി ഒരു ലഘുലേഖ പോലും കൊടുക്കുകയില്ലായിരുന്നു. എന്താ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നറിയാമോ? പൗലോസ് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യമുണ്ട്, യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. അതാണ് യേശു ക്രിസ്തുവിന്റെ വ്യത്യസ്തത. അപ്പൊ യേശുവിന്റെ ജനനം മാത്രം പോരാ, യേശുവിന്റെ ജനനത്തിന് പ്രാധാന്യതയുണ്ട്, യേശുവിന്റെ മരണത്തിന് പ്രാധാന്യതയുണ്ട്, അതിനപ്പുറമായി യേശുവിന്റെ ഉയർപ്പിന് പ്രാധാന്യതയുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പ്രത്യേകത എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശമുണ്ട്. മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. യേശുവിന്റെ ഉയർപ്പ് നമ്മളോട് പറയുന്നു, മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കേരളം ആത്മഹത്യക്ക് 1-ാം സ്ഥാനത്തേക്ക് ഓടി വരികയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ പെരുകുന്നത്? പ്രശ്ന സങ്കീർണമായ ജീവിതം, ജീവിതത്തിലെ നഷ്ടങ്ങൾ, ജീവിതത്തിലെ കഷ്ടങ്ങൾ, ജീവിതത്തിലെ പരാജയങ്ങൾ മനുഷ്യനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ പിന്നിലെ ചിന്ത ഇതാണ്, എന്തായാലും ഒരിക്കൽ മരിക്കും, എന്നാ പിന്നെ നേരത്തെ മരിച്ചു കളയാ. ഇതാണ് ആത്മഹത്യയുടെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്. എന്നാൽ പ്രിയ സുഹൃത്തെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം 2 നിത്യത തുറക്കപ്പെടുകയാണ്. ഒന്ന് നിത്യ നരകം. ആരാണ് നിത്യ നരകത്തിൽ പോകുന്നത്? പാപിയായി ജനിച്ച്, പാപിയായി ജീവിച്ച്, പാപിയായി മരിച്ച്. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടും മനുഷ്യൻ പാപിയാണ്,
പാപപരിഹാരത്തിന് 1.25 മാർഗമില്ല, ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി അംഗീകരിച്ച് യേശു നൽകിയ കൽപ്പനകളെ സ്വീകരിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണത്തിനപ്പുറമുള്ള നിത്യ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് മരണത്തിനപ്പുറമുള്ള നിത്യ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ സന്ദേശം ആവർത്തിച്ച് കേട്ടിട്ട് ഇതെനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയുന്നവർക്ക് കാത്തിരിക്കുന്നത് നിത്യനരകമാണ്. പ്രിയ സുഹൃത്തെ, ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ താങ്കളുടെ മനസാക്ഷിയോട് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കട്ടെ, ഇന്ന് മരിച്ചാൽ താങ്കൾ എവിടെയാണ്? മനുഷ്യജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. പാപത്തിൽ മരിക്കുന്നവർ നിത്യനരകത്തിലേക്കും പാപവിമോചനം നേടിയവർ നിത്യ സ്വർഗരാജ്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കുക, ഞാൻ പാപം പരിഹരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണോ? ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെയാണ്? ഒരു കുറ്റബോധം, ഒരു പാപബോധം താങ്കളുടെ ഹൃദയത്തിൽ അങ്കുരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യേശുവിൻ്റെ ജനനം കേവലം ആഘോഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാതെ ആ ജീവിതത്തിന് പ്രത്യേകത കൊണ്ട്, ആ മരണം എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. എന്നെ പാപത്തിൽ നിന്നും, എന്നെ ശാപത്തിൽ നിന്നും, എൻ്റെ ആത്മീക അധപ്പതനങ്ങളിൽ നിന്നും, ധാർമ്മിക മൂല്യച്യുതികളിൽ നിന്നും നിത്യ നരകദണ്ഡന തീപ്പൊയ്കയിലേക്ക് നിവദിക്കപ്പെടാതെ എൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ വേണ്ടിയായിരുന്നു യേശു മരിച്ചത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കി ക്രിസ്മസ് കേവലം ആഘോഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാതെ ആ ജീവിതം മനസ്സിലാക്കൂ, ആ മരണത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. യേശു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നമുക്ക് ഒരു ഉയർപ്പുണ്ടെന്ന് മനസ്സിലാക്കി. പൗലോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു. അത്രയ്ക്ക് വാഞ്ചയോടെ ആ മനുഷ്യൻ പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശബ്ദശ്രീമയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിന്റെ ഹൃദയത്തിൽ ജനിക്കണം? ഞാനൊരു പാപിയാണ്, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് പാപം പരിഹരിക്കപ്പെടുകയില്ല. യേശു നമ്മളിൽ ജനിക്കട്ടെ, ആ പാപബോധം നിങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ ജനനം മാത്രമല്ല, ജീവിതവും മരണവും യേശുവിന്റെ ഉയർപ്പിനും പ്രാധാന്യത ഉണ്ടെന്ന് മനസ്സിലാക്കി യേശു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. അതിന് ഞാൻ എന്തു ചെയ്യണം? താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ യേശു എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്, യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഞാൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. യേശുവേ, എൻ്റെ പാപത്തിൽ നിന്നെ രക്ഷിക്കണമേ, വിടുവിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ മാത്രയിൽ തന്നെ താങ്കളുടെ പാപത്തെ പരിഹരിച്ച് ഒരു ദൈവ പൈതലാക്കി തീർത്ത് താങ്കളുടെ ഹൃദയത്തിൽ യേശു ജനിക്കുവാനുള്ള അവസരമായി അത് മാറുകയാണ്. അതുകൊണ്ട് യേശു താങ്കളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാതെ യേശു ഹൃദയങ്ങളിൽ ജനിപ്പാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ സഹായിക്കണേ. യേശുവിൻ്റെ ജീവിതവും മരണവും പുനരുത്ഥാനവും മനസ്സിലാക്കി മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ കരഗതമാക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ ഇവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഇത്രത്തോളം സമയം കേട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരോടുമുള്ള ഗ്രേസ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിന്റെ വാക്കിൽ നിന്ന് വിരാമക്കുത്തിടുന്നു. തുടർന്ന് കർത്തൃദാസന്മാർ ചില കാര്യങ്ങളുടെ സൂചിപ്പിക്കും. ദൈവമേ സഹായിക്കട്ടെ.